വടകര ദേശീയപാതയിലെ സർവീസ് റോഡിന്റെ തകർച്ചയിലും തുടർച്ചയായ മണ്ണിടിച്ചിലിലും അടിയന്തര ഇടപെടലുമായി കെ രമ MLA. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മടങ്ങില്ലെന്ന ഉറച്ച നിലപാടോടെ രാത്രിയിൽ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തി നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ അനുകൂല തീരുമാനം. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ കണ്ണൂക്കര മീത്തിലെ മുക്കാളിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും KT ബസാർ മുതൽ പാലോളി പാലം വരെയുള്ള സർവീസ് റോഡിന്റെ തകർച്ച മൂലം അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗതക്കുരുക്കും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ രമ MLA രാത്രിയിൽ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തിയത്. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ജില്ലാ കളക്ടർ അടിയന്തരമായ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മീത്തലെ മുക്കാളിയിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനും മഴ ശമിക്കുന്നതോടെ അടുത്ത 10 ദിവസത്തിനകം സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയാക്കി യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വേഗത്തിലായത്. പ്രശ്നപരിഹാരത്തിനായി തിങ്കളാഴ്ച വടകര ഗസ്റ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേരും. ജില്ലാ കളക്ടർ, റൂറൽ SP, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കും. MLAക്കൊപ്പം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ, ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷജന കൊടക്കാട്ട്, വൈസ് പ്രസിഡന്റ് ജൗഹർ വെള്ളിക്കുളങ്ങര, ജനപ്രതിനിധികളായ ശ്രീജിത്ത് P, മിനിക TP, അനിത പിലാക്കണ്ടി, പ്രജിഷ പുളിക്കോൽ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കാളികളായി. അത് ഒരു പ്രാവശ്യമല്ല, ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് പൊട്ടി വീഴുന്നത്. ഇപ്പൊ ഇന്ന് വീണ്ടും മഴയത്തത് പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായി. പല തവണ നമ്മളെ അധികാരികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് പെട്ടെന്ന് ചെയ്യണം, അവിടെ വീടുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഭീഷണിയാണ്. 2-3 വീട്ടുകാരെ മാറ്റി താമസിപ്പിക്കാനുള്ളത്. ആ വീടൊക്കെ ഇപ്പം വീഴുന്ന അവസ്ഥയാണ് എന്നത് എത്രയും വേഗം പണി തീർക്കണമെന്ന് പറയാം. പക്ഷേ ഒരു നടപടിയും എന്നതിന്റെ ഭാഗത്തുണ്ടായില്ല. ഗൾഫാർ ഗ്രൂപ്പാണ് ഇപ്പൊ കമ്പനി ആ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അവരും സ്ലോ ആയിട്ട് വർക്ക് കൊണ്ടുവന്നു. വർക്ക് തീരെ മുന്നോട്ട് പോകുന്നില്ല. വടകരയിൽ ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അത്ര പ്രശ്നമാണ്. മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു ട്രാഫിക് ജാമിന്റെ ഭാഗമായിട്ട്. കാരണം സർവീസ് റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ആളുകൾക്ക് തീരെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഏറ്റവും രൂക്ഷമായ പ്രശ്നം. ഈ 2 അടിയന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ജനപ്രതിനിധികൾ കളക്ടറെ കാണാൻ വേണ്ടി വന്നത്. വൈകുന്നേരം ഞങ്ങളിവിടെ സമരമിരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ കളക്ടർ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ എടുക്കുകയും കളക്ടർ NH ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. 8 മണിക്ക് ഉദ്യോഗസ്ഥന്മാരിവിടെ വരും. ആ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിട്ട് എന്താണ് തീരുമാനമെന്ന് അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട കാര്യം തീരുമാനമെടുക്കും. നാളെ വടകരയിൽ ഞങ്ങൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ കളക്ടർ വരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലം കളക്ടർ സന്ദർശിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വളരെ പോസിറ്റീവായി കളക്ടർ ഈ സമീപനം എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ സമരം ഇരിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ 8 മണിക്ക് NHന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരെന്താണോ പറയുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ തന്നെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചാർജുള്ള റവന്യൂ മിനിസ്റ്റർ ബന്ധപ്പെട്ടിട്ടുണ്ട്, CMനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. CMനെ കിട്ടിയിട്ടില്ല. അപ്പം അതുകൂടി ബന്ധപ്പെട്ട് എന്താണ് പരിഗണിക്കാൻ നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മുൻ പ്രസിഡന്റുണ്ട്, മെമ്പർമാരുണ്ട്. ഞങ്ങളെല്ലാവരും വന്നത് ഇതിനൊരു തീരുമാനമാവാനാണ്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. അത്രയേറെ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചത് ദിവസങ്ങളെ പല മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഇത് ബന്ധപ്പെട്ട NHന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറിയിച്ചതാണ്. പല മീറ്റിംഗുകൾ ചേർന്നു. തീരുമാനം ഉടനെ ഉണ്ടാകും, പെട്ടെന്ന് പരിഹരിക്കും എന്ന് പറയാനല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇത് തിരിച്ചു പോകാൻ പറ്റില്ല. ഇതിന് വേണ്ടി കർശനമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാവണം.